എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു ചിന്നൂസ് ചെറി പിക്സ്. ഇഡ്ലിയുടെയും ദോശയുടെയും നെയ്റോസ്റ്റിൻ്റെ ഒക്കെ കൂടെ അടിപൊളി കോമ്പിനേഷൻ ആയിട്ടുള്ള നമ്മുടെ സ്വന്തം തേങ്ങ വെള്ളച്ചമ്മന്തിയുടെ റെസിപ്പിയാണ്. ഇതുവരെ ഇത് ട്രൈ ചെയ്തിട്ട് ആ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടാത്തവർ ഈ രീതിയിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. അളവൊക്കെ നമ്മൾ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ ആർക്ക് വേണമെങ്കിലും നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നതെന്നുള്ളത് കാണാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കണം. 2 എരിയുള്ള പച്ചമുളക് വേണം, 4-5 കൊച്ചുള്ളി വേണം, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി വേണം. ഇതുകൂടാതെ നമുക്ക് കടുക് വറുത്ത് താളിക്കാനായിട്ട് ഒരു ചെറിയ പിടി കൊച്ചുള്ളി എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ മെയിൻ ഐറ്റമായിട്ടുള്ള തേങ്ങ വേണം. ഞാനിവിടെ 7 ടേബിൾ സ്പൂൺ തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഒരു ചെറിയ തേങ്ങയുടെ 1/4 ഭാഗം എടുത്തിട്ടുണ്ട്. ചമ്മന്തി അരയ്ക്കാനായിട്ട് നമ്മൾ എടുക്കുന്ന തേങ്ങ എപ്പോഴും വിളഞ്ഞ തേങ്ങ ആയിരിക്കണം. വിളയാത്ത തേങ്ങ കൊണ്ട് ചമ്മന്തി അരച്ചാൽ ആ ഒരു ടേസ്റ്റ് കിട്ടില്ല. ഇനി ഇതിലേക്ക് നമുക്ക് കൊച്ചുള്ളി ജസ്റ്റ് ഒന്ന് 2ആയിട്ട് മുറിച്ച് ചേർത്ത് കൊടുക്കാം, ഇഞ്ചി ചേർത്ത് കൊടുക്കാം, പച്ചമുളകൊന്ന് ഒടിച്ചിട്ട് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് നമുക്കൊന്ന് അരച്ചെടുക്കാം. കുറേശ്ശെ വെള്ളം ചേർത്ത് നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് വേണം നമ്മൾ അരച്ചെടുക്കാനായിട്ട്. ആദ്യം തന്നെ ഒരുപാട് വെള്ളം ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ പുറത്തേക്ക് തെറിക്കാനുള്ള സാധ്യതയുണ്ട്. ഇതുപോലെ ഒഴിച്ചു കൂട്ടുന്ന ചമ്മന്തി നമ്മൾ ദോശയ്ക്കൊക്കെ വേണ്ടിയിട്ട് തയ്യാറാക്കുമ്പോൾ നല്ല സ്മൂത്തായിട്ട് വേണം അരച്ചെടുക്കാനായിട്ട്, അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ നല്ല തരിതരിയൊന്നും ഇല്ലാതെ നല്ല സ്മൂത്തായിട്ടാണ് നമ്മളിത് അരച്ചെടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് കടുക് വറുക്കാൻ വേണ്ടിയിട്ട് കൊച്ചുള്ളി ഇതുപോലെ കനം കുറച്ച് വട്ടത്തിലൊന്ന് അരിഞ്ഞെടുക്കാം. ഇനി ഒരു കടായിൽ നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുത്ത് എണ്ണ ചൂടാവുമ്പോൾ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടുമ്പോൾ ഇതിലേക്ക് നമുക്ക് 2-3 വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. അറ്റ ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് പൊട്ടിച്ചിട്ട് വേണം നമ്മൾ ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന കൊച്ചുള്ളി ചേർത്ത് കൊടുക്കാം, കറിവേപ്പില ചേർത്ത് കൊടുക്കാം. നമ്മുടെ ചമ്മന്തിയുടെ ആ ഒരു പെക്യുലർ ടേസ്റ്റ് കിട്ടുന്നത് ഇങ്ങനെ ഉള്ളിയൊക്കെ മൂപ്പിച്ച് അതിലേക്ക് നമ്മൾ തേങ്ങ ചേർത്ത് കൊടുക്കുമ്പോഴാണ്. ഇപ്പോൾ ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആവുന്നതോടെ നമ്മളിതൊന്ന് മൂപ്പിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങയുടെ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ ഇത് ചേർത്ത് കൊടുക്കാനായിട്ട്. ഒരു ഗ്ലാസ് വെള്ളം, 1.5 ഗ്ലാസ് വെള്ളം മിക്സിയുടെ ജാറിൽ ഒഴിച്ച് കഴുകി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരുപാട് അങ്ങ് ലൂസാക്കുന്ന ചമ്മന്തി എനിക്ക് പേഴ്സണലി വലിയ ഇഷ്ടമില്ല, ഒരു ടേസ്റ്റ് കിട്ടാത്ത പോലെ തോന്നും. അപ്പോൾ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ പാകത്തിനുള്ള ലൂസായിട്ടുണ്ട്. നമ്മൾ ഈ ചമ്മന്തി തിളപ്പിക്കാൻ പാടില്ല. ചെറുതായിട്ടൊരു പത വരുന്ന കണക്കെ തോന്നും. ചെറുതായിട്ട് ആവിയൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാവുന്നതാണ്. ലോ ഫ്ലെയിമിൽ വെച്ച് വേണം നമ്മളിതൊക്കെ മിക്സ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കുന്ന ചമ്മന്തിയിൽ നമ്മൾ പുളി ചേർക്കില്ല, ഇങ്ങനെ ഒഴിച്ച് കഴിക്കുന്ന വെള്ള ചമ്മന്തിയിൽ. പക്ഷേ സാമ്പാറിൻ്റെയൊക്കെ കൂടെ കഴിക്കുന്ന അരച്ചെടുക്കുന്ന കടുവറുക്കാത്ത ചമ്മന്തിയിൽ നമ്മൾ പുളി ചേർക്കാറുണ്ട്. ആ ചമ്മന്തിയുടെ റെസിപ്പി 2 വീഡിയോയിൽ ഇതിനു മുന്നേ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഉഴുന്നവടയുടെ റെസിപ്പിയിലും ബാക്കി വന്ന ചോറ് കൊണ്ടുണ്ടാക്കുന്ന വാഴയുടെ റെസിപ്പിയിലും. അപ്പോൾ ആ 2 വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. കണ്ടിട്ടില്ലാത്തവർ കണ്ടു നോക്കുക, ട്രൈ ചെയ്ത് നോക്കുക. ഈ ചമ്മന്തിയും ട്രൈ ചെയ്ത് നോക്കുക. മിക്കവർക്കും അറിയായിരിക്കും, എങ്കിലും ആദ്യമായിട്ടൊക്കെ പാചകം ചെയ്ത് തുടങ്ങുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞത്. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മടിക്കരുത്. ആ സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻസ് ആയിട്ട് കിട്ടിക്കോളും. പുതിയ റെസിപ്പി വീഡിയോ അല്ലെ വ്ളോഗുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.